വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? രാവിലെ തന്നെ ഞാൻ എണീറ്റു കേട്ടോ. എന്നിട്ട് റിച്ചുവിനെയും റൈഹാനെയൊക്കെ ഒന്ന് വിളിച്ചുണർത്താനായിട്ട് പോവാണേ. ഇന്നലത്തെ യാത്രാക്ഷീണം എല്ലാവർക്കും നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രണ്ടുപേരെയും വിളിച്ചുണർത്തി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. റാപ്പിയെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഉറക്കെ പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ റൈഹാനും റിച്ചുവൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് റിച്ചുവിന് കൊടുത്തു വിടാനായിട്ട് ഇഡ്ഡലിയും പിന്നെ ഞാനൊരു പേരയ്ക്കയുടെ പകുതി അതും മുറിച്ചത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സാമ്പാറുമാണ്. റിച്ചുവിന് ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ പേരയ്ക്ക. അത് കാരണം കൊണ്ട് ഞാൻ അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാൾക്കും കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ റിച്ചു റൈഹാനും പല്ലൊക്കെ തേച്ചിട്ട് വന്നു. അവർക്ക് രണ്ടുപേർക്ക് ഫുഡ് കൊടുത്തു. ആ കൊടുത്ത കൂട്ടത്തിൽ നമ്മുടെ റിച്ചുവിൻ്റെ പ്ലേറ്റിൽ പേരയ്ക്ക ഇരിക്കുന്ന വേറൊന്നുമല്ല, അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് പേരയ്ക്കയാണ് കേട്ടോ. മറ്റെന്തിനേക്കാളും അവൻ്റെ ജീവനാണ് പേരയ്ക്ക. പിന്നെ രണ്ടാൾ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് വരികയും നേരെ സ്കൂളിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാപ്പ പോയി നമുക്ക് വറ്റപ്പാര വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇന്ന് ഇത് കറി വെക്കുന്നില്ല, മുട്ടൻ പാരയായിരുന്നു കേട്ടോ. നമ്മളിന്ന് കറി വെക്കുന്നില്ല. നമുക്ക് ചോറും കറികളൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. നമ്മൾ ഇന്നലെ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത് കാരണം നമ്മൾ വെച്ച ചോറും കറികളും ഒക്കെ അധികപ്പറ്റി ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കിളികൾക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിൽ ഭീമാ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ സൺകുണൂറിന് ഒരെണ്ണത്തിന് ചേര പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഒരെണ്ണം വെളിയിലോട്ട് വരത്തില്ല. അതിന് ഫുഡ് കഴിച്ചിട്ട് അകത്ത് പോകത്തുള്ളൂ. പിന്നെ നമ്മുടെ ഗപ്പീസിനൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് പാത്രങ്ങളൊക്കെ കഴുകാണ് കേട്ടോ ചെയ്യുന്നത്. മക്കൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്രങ്ങളെല്ലാം കഴുകുന്നുണ്ട്. ഇടയ്ക്കൂടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, യാത്രാ ക്ഷീണം നല്ല രീതിക്കുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ തല്ലിക്കൂട്ടി ജോലി ഒന്ന് ഒതുക്കി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കറികളൊക്കെ നമുക്ക് ഇരിപ്പുള്ളത് കാരണം അതൊന്ന് ചൂടാക്കണം. പിന്നെ ഇന്ന് വൃശ്ചികം ഒന്നായത് കാരണം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമുക്ക് കഞ്ഞിയും വസ്ത്രവും അച്ചാറും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ വാങ്ങിച്ച പാല് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനകത്ത് ഒരു കവർ മോരൂടെ വാങ്ങിച്ച് അതങ്ങ് ഒഴിച്ചു വെച്ചു കേട്ടോ. പിന്നെ ഞാൻ പോയി തുണിയൊക്കെ കഴുകിയിട്ടിട്ട് വന്നിട്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് ചോറ് ആവിയേറ്റാനായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ കുക്കറിനകത്തല്ല കേട്ടോ അടിക്കുന്നത്. ഇതുപോലെ ചരുവത്തിനകത്ത് ചോറിട്ടിട്ട് ഒരു ശകലം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ചൂടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടിറങ്ങി വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴക്കാറ് കണ്ട് ഞാൻ തുണിയെല്ലാം പറക്കി നമ്മുടെ വെളിയിലെ തശയിൽ ഇട്ടപ്പോഴത്തേക്കും നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തുണിയെല്ലാം പറക്കിയിട്ടതിന് ശേഷം പോയി ഫുഡൊക്കെ കഴിച്ച് നമുക്കിന്ന് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ അച്ചാർ, ഇതാണ് കേട്ടോ ആ ചേച്ചി കൊണ്ട് തന്ന അച്ചാർ. പിന്നെ നമ്മൾ ഇന്നലത്തെ മീൻ പറ്റിച്ചതുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ വെച്ച സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലത്തെ രസം ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന അസ്ത്രം ഉണ്ടായിരുന്നു. ഇത്ര ഐറ്റംസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പുറത്ത് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റിച്ചുവും റൈഹാനും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റിച്ചുവിനും റൈഹാനും ഫുഡൊക്കെ കൊടുത്ത് മേലൊക്കെ കഴിച്ച് ഞാൻ റിച്ചുവിനെ ട്യൂഷൻ സെൻറ്ററിലാക്കി കേട്ടോ. ട്യൂഷൻ സെൻറ്ററിലാക്കി തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ പോത്തുംകുട്ടന്മാരെ ഇപ്പം ടീച്ചറമ്മയുടെ വീട്ടിലാണ് കേട്ടോ കിട്ടുന്നത്. റിച്ചു ട്യൂഷൻ പഠിക്കുന്ന വീട്ടിലാണ് കേട്ടോ കെട്ടിയിരിക്കുന്നത് പുല്ല് തിന്നാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ റിച്ചുവിനെ കൊണ്ടുവിട്ടിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ റൈഹാന് മദ്രസയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വാപ്പാണ് കേട്ടോ ഇന്ന് റൈഹാനെ മദ്രസയിൽ കൊണ്ടുവിടുന്നത്. രാത്രിയിലത്തെ അത്താഴമൊക്കെ കഴിഞ്ഞ് കേട്ടോ കിടക്കാനായിട്ട് കയറി. ഇക്കായും റൈഹാനും ഒന്നും വന്നില്ല. ഞാനും റിച്ചുവും കിടക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസ് എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സി യു. നമ്മുടെ റിച്ചുവിനെ കാണണ്ടേ, ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ.